ഈ വട്ടവടയിൽ എന്തെങ്കിലും കാണാണ്ടോ ചോദിച്ചാൽ അതൊരു ചെറിയ ഗ്രാമമാണ്. പക്ഷെ മൂന്നാറിന്ന് വട്ടവട പോണ ആ റൂട്ട് അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ ഡോറാബുജിയിൽ പറയുന്ന പോലെ മല, കാട്, കുന്ന് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ റൂട്ടാണ് മൂന്നാർ ടു വട്ടവട. പോണ വഴിയിൽ ഓരോ മലയും വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ ഈ ടോം ആൻഡ് ജെറി ചിക്കൻ കാണാനുള്ള ടോമിന്റെ ഒരു റിയാക്ഷൻ അതേ നിന്റെ അവസ്ഥ. പക്ഷെ മഴക്കാലം ആയോണ്ടാണോ അറിയില്ല 5 മിനിറ്റ് കൂടുമ്പോൾ എനിക്ക് മൂത്രയ്ക്കാൻ മുട്ടു. ഈ 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ട വട്ടവട എൻ്റെ ഒരൊറ്റ മുട്ട് കാരണം 2 മണിക്കൂർ എടുത്തിട്ട് എത്തി. പിന്നെ എനിക്ക് പണ്ടേ ഇത്തിരി കെയറിങ് കൂടുതലായോണ്ടാണോ അറിയില്ല പോണ വൈക്കത്താലെ ഞാൻ എൻ്റെ ഓരോ സാധനങ്ങളെ കൊണ്ട് വഴിക്കളയും. അതൊക്കെ പെറുക്കിയെടുത്ത് എൻ്റെ കൈ തരലേ എൻ്റെ കൂടെ ഉള്ളവരെ പണി. അങ്ങനെ ഓരിക്കൊരു പേരുവിട്ട് കെയർലെസ് ട്രാവലർ. അങ്ങനെ വളരെ പെട്ടെന്നായിരുന്നു സോളോ ട്രാവലറിൽ നിന്ന് കെയർലെസ് ട്രാവലറിലേക്കുള്ള എൻ്റെ യാത്ര. കൂടെ ഉള്ളവർക്ക് നല്ല ക്ഷമ ഉള്ളതുകൊണ്ട് തന്നെ ഓരിനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ചിലപ്പോൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് തോന്നിക്കാണും. അതേ ഈ മമ്മൂട്ടി ഏതോ ഒരു സിനിമയിൽ ശ്രീനിവാസൻ മമ്മൂട്ടിക്ക് കഴിക്കാൻ ഒരു നേരത്തെ ഫുഡും കിടക്കാൻ സ്ഥലവും തന്നു പറഞ്ഞ പോലെ അതൊക്കെ പറഞ്ഞ് ഇപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് ഇമോഷണൽ ആയിപ്പോയി. പിന്നെ ഞാൻ ഒരിൽ കണ്ട ഏറ്റവും വലിയ ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഓരോരോ ടൈം എനിക്ക് വേണ്ടി മാറ്റി വെച്ചു. ഒരു വ്യക്തിക്ക് ഇമ്പക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഇമ്പള് മാറ്റി വെക്കണ ഇമ്പളെ ടൈമാണെന്ന്. ഈ പുലിവാൽ കല്യാണത്തിലുള്ള പോലെ ഫസ്റ്റ് ഹാഫ് വൻ ഷോക്ക് അടിച്ച് പോയപ്പോൾ ദുബായിൽ നിന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വന്ന് പിന്നെ അങ്ങോട്ട് നടന്ന ചരിത്രം. ഇവിടെ വണ്ടി വന്നത് കണ്ണൂരിന്ന്, ആ ഒരൊറ്റ വ്യത്യാസം മാത്രം. അങ്ങനെ സെക്കൻഡ് ഹാഫും കഴിഞ്ഞ് ഞാൻ അവരോട് നേരെ ബൈ ബൈ പറഞ്ഞു. ഓരിനെ വണ്ടിയും കയറ്റി തന്ന് ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ട്. അപ്പോൾ ഓക്കെ, ബൈ ദ ബൈ.